ഇല്ല. രാത്രി ആവുമ്പോഴേക്ക് പുറപ്പെടാൻ പറ്റുമോ? മണിക്കൂർ 3 കണ്ണാടിയുടെ മുമ്പിൽ കിടന്നുള്ള ഈ അഭ്യാസം തുടങ്ങിയിട്ട്. എന്ത് ചെയ്തിട്ട് മുടി അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് ശരിയായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ കൊടൈക്കനാലിൽ എത്തുമ്പോഴേക്കും ഒരാഴ്ച കഴിയും. നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഒന്ന് പോയേ. നീ ചെന്ന ഹരിയും വിജയും റെഡിയാകുന്നു നോക്ക്. ചെല്. പിക്നിക് എന്നും പറഞ്ഞ് കാലത്ത് മുതൽ ഞാനിങ്ങ് ത്രില്ലായി നിൽക്കുക. ഇനിയും ബോർ അടിപ്പിക്കല്ലേ രവിയേട്ടാ. ഇന്ദു പ്ലീസ്, നീ ചെന്ന ഹരിയോടും വിജയോടും ഇറങ്ങാൻ പറ. ചെല്. നീ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഇവരിത് എവിടെ പോവാ? രവിയേട്ടാ, അവരെങ്ങോട്ടാ പോവാ? നീ എന്താ വിജയ് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും തമാശകളൊക്കെ പറയൂ, നമുക്ക് ചിരിക്കാം. തന്നെത്താൻ പറഞ്ഞങ്ങ് ചിരിച്ചാ മതി. ഇന്ദുവിനും രവിക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? എല്ലാരും കൂടെ പിക്നിക്കിന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. പിക്നിക്കിന് പോകാൻ എനിക്കൊരു മൂഡ് തോന്നിയില്ല. പോകാന്ന് പറഞ്ഞപ്പോ എന്തിനാ പിന്നെ സമ്മതിച്ചത്? അപ്പൊ സമ്മതിക്കണമെന്ന് തോന്നി, പിന്നെ സമ്മതിക്കേണ്ടെന്ന് തോന്നി. പിക്നിക്കിനേക്കാൾ വലുതാണ് എനിക്ക് നിന്റെ വീട്. നിന്റെ അച്ഛൻ എന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ് എന്റെ അമ്മ. എല്ലാരെയും എനിക്ക് ഉടനെ ഒന്ന് കാണാൻ തോന്നിയത് അത്ര വലിയ തെറ്റാണോ? ഇത് എന്ന് മുതലാ എന്റെ വീട്ടുകാരോട് ഇത്ര ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്? ആദ്യം മുതലേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല. നിനക്ക് നിന്റെ പേരൻസിനെ കാണാൻ പോകുന്നതിൽ ഇഷ്ടം അവരുടെ കൂടെ പോകാനാണല്ലേ? എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ലോകവിവരവും നിനക്കില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഹരിയേട്ടന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഹായ് ചേച്ചിയും ഹരിയേട്ടനും. അമ്മേ, അച്ഛാ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പെട്ടെന്നൊരു കൊതി തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പുറപ്പെട്ടു. ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഇറങ്ങിയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ ഇനി കുറേ നാൾ ഇവിടെ ഉണ്ടാവും. നഗരജീവിതം മടുത്തച്ച. ഇവിടുത്തെ കുന്നും മലയും പുഴയും കാടും ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പ് എനിക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം അച്ഛാ. അപ്പൊ നിനക്ക് ബാങ്കിലൊന്നും പോകണ്ടേ? അല്ല, അത് വേണ ദിവസം ഇവിടുന്ന് പോയാൽ മതിയല്ലോ. മോളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? അല്ലല്ല, സന്തോഷം ഉണ്ടമ്മേ. പക്ഷെ ആ സന്തോഷം കുറച്ച് ഓവറായി പോയി. അതുകൊണ്ടാണ് ഒരു മ്ലാനത പോലെ തോന്നുന്നത്, അല്ലേ? ഞങ്ങൾ എല്ലാരും ചേർന്ന് കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത് അമ്മേ. പക്ഷെ ഹരിയേട്ടൻ ചതിച്ചു. എല്ലാരും എന്ന് വെച്ചാൽ രവിയും ഭാര്യയും ഞാനും ഹരിയേട്ടനും. ഹായ്. ഇത് അവരാണല്ലോ. പറയാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും വല്ല അസുഖം മറ്റോ ആയിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. അസുഖമാണെങ്കിൽ തനിക്ക് ഉടനെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരണം. എന്ത് പറ്റി ഹരി? നീയായിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വേറെ ആരോ ആണെന്ന്. നിന്റെ കണ്ണിന് വല്ല തയ്യാറും പറ്റി? സത്യമായിട്ട് സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നീ എന്താ മുങ്ങിക്കളഞ്ഞത്? കൊടൈക്കനാലോ? ഓ, ഞാനതൊക്കെ മറന്നു. അതെ, അപ്പൊ നിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചോ? ഇന്ദുവിന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ഇനിയിപ്പോ ഏതായാലും നിങ്ങളിവിടുത്തെ ഉത്സവം കഴിഞ്ഞല്ലേ പോവും. ഉടനെ പോണ പ്രശ്നമില്ല. ഇതെന്ത് നല്ല സ്ഥലം. ഇനി കൊടൈക്കനാലൊന്നും വേണ്ടെന്നാ തോന്നുന്നത്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ? വിജയ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറച്ചു ദിവസം തങ്ങാം. ആണോ? എങ്കിൽ എന്റെ സങ്കടം എല്ലാം തീരും. ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് വണ്ടർഫുൾ പ്ലേസ്. കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു. കോൺസ്റ്റബിൾ പുരുഷോത്തമൻ സാറ് എസ്ഐയുടെ റൂമിലുണ്ട്. രാത്രി മുഴുവൻ തപ്പിയിട്ടും ആ പ്രതികളെ കിട്ടിയില്ല സാർ. പക്ഷെ സാറ് വിഷമിക്കണ്ട, ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ കുറ്റം സമ്മതിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാമോ? പോയി ഇവരെ പണി നോക്കിക്കൂടെ? എന്നാലും സാറിനോട് പറഞ്ഞോ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 24 മണിക്കൂറിനകം അവരെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പുരുഷോത്തമൻ എന്നല്ല. അതെ, ഇതാര് സാർ? ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ഹരികൃഷ്ണൻ, വലിയ ബാങ്ക് മുതലാളിയാ. നമസ്കാരം. പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സാർ. അല്പനേരത്തേക്ക് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്തോണം, ഞാൻ ഇപ്പൊ വരാം. എസ് ഐ ആള് നന്ദിയുള്ളവനാ. എന്റെ മിടുക്കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് പറയാൻ പുള്ളിക്കാരന് ഒരു മടിയുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷു, എന്റെ കാര്യം എന്തായി? നീ കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയി കാണും അല്ലേ?
ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. അതെ, ആ അഡ്വക്കേറ്റിന് അറിയാമെന്ന് നീ പറയുന്ന ഈ രഹസ്യ സംഭവം യഥാർത്ഥത്തിൽ എന്താ? അതിപ്പോ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷു. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. നിന്നെ പോലെ ബുദ്ധിമാനും എടുക്കനുമായ മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. നിനക്ക് തിരക്കാണെന്നറിയാം, പക്ഷെ എനിക്ക് വേണ്ടി വർഷങ്ങളായി ഉള്ളിൽ കിടന്നുരുകുന്ന എന്റെ ധർമ്മസങ്കടത്തിന് നീ ഒരു പോം വഴി കണ്ടുപിടിച്ച് തരണം. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോ അറിയണം. എന്റെ പ്രശ്നത്തിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല. അത് പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും. എന്നാ ഞാൻ പ്രശ്നം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം. നീ മുഖേന എന്റെ ഭാര്യ ഇത് അറിയാൻ ഇടവരരുത്. ഹരി, ഒരു പോലീസുകാരനാണെങ്കിലും ഞാൻ നല്ലവനാണ്. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തുമാണ്. കോളേജ് വിട്ടതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടിയ 3 മാസം 6 മാസം ജോലികൾ മടുത്തപ്പോ വയസ്സുകാലത്ത് ഞാൻ ലോ കോളേജിൽ ചേർന്നല്ലോ. അന്നൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, മഞ്ഞപ്പിത്തം കാരണമാണ് ഞാൻ അവിടെ വിട്ടതെന്ന്. പക്ഷെ സത്യം അതല്ല. മനസ്സിലായി. അന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ മഞ്ഞപ്പിത്തമല്ല, നീരുവീഴ്ചയാണ് നിന്റെ രോഗമെന്ന്. ഇതൊന്നും ആയിരുന്നില്ല എന്റെ രോഗം. അരക്ഷിതാവസ്ഥ, നിരാശ. അത് കാരണം ഒരു കടുത്ത മനസ്സായിരുന്നു അന്നെന്റേത്. ജൂനിയേഴ്സിനെ ഞാൻ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റാഗിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്നു ഞാൻ. ഇങ്ങോട്ട് മാറി നിൽക്കണ. നിനക്ക് തവള ചാടുന്നത് എങ്ങനെയെന്ന് അറിയാവോ? എങ്കിൽ നോക്കി ചാടണ. ആ മതി 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 മതി. നീ ദിവസവും രാവിലെ അരമണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യണം. ഇവിടുന്ന് പോകുമ്പോഴേക്കും നീ നല്ല ചാട്ടക്കാരനായി മാറും. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ആ വെളുത്ത് മെലിഞ്ഞ് ഉയരമുള്ള പെണ്ണിങ് വന്നേ. ഇങ്ങോട്ട് പടി. നിന്റെ കല്യാണ പ്രായമായി വരികയാണല്ലോ മോളെ. ഒരറിഞ്ഞു നിൽക്കുക. എന്നാ നമുക്ക് ഇവിടെ അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? ഒരു സ്വയംവരമാക്കി കളയാ. എന്താ? അതെ. ആ ബ്രൗൺ ഷർട്ട് നീ ഇങ്ങോട്ടാ. നല്ല മാച്ച്. എടി, നിന്നെ കെട്ടാൻ പോകുന്നവന് ധൈര്യമുണ്ടോ കരുത്തുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നീ അവന്റെ ഇളിഞ്ഞ മൂക്കിനിട്ടൊരു കുത്തു കൊടുത്തേ. കുത്തടി. എവിടെ വരണമല്ലേ? എവിടെ? ഇനി ഇവരുടെ വിവാഹം നടത്തിക്കളയാം. വാങ്ങടി. എടി വാങ്ങാൻ. എന്താണ് ഇതിന്റെ പേര്? ഇന്ദുജി നായർ. നിന്റെയോടാ? അബ്ദുൾ സലീം. അപ്പൊ മിശ്ര വിവാഹമാണല്ലേ? കഴുത്തിലോട്ട് മാറിയിടാൻ. ആ പെണ്ണാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വന്ന ധൂമകേതു. ഇതാണ് ഇത്രയും വലിയ കാര്യം. ലോ കോളേജിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിലും സാധാരണ കോളേജിലും ട്യൂട്ടോറിയൽ കോളേജിലും എന്തിന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോലും ഇപ്പൊ റാഗിംഗ് ഉണ്ട്. ഈ കാര്യം ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ ഭാര്യയോട് പറയാവുന്നേ ഉള്ളൂ. ഇതൊരു മുഖവര മാത്രമാണ് പുരുഷു. ഇക്കാര്യത്തിൽ അവൾക്കെന്നോട് പകയുണ്ടാവും എന്ന് വ്യക്തമായില്ലേ? അക്കാലത്തിന്റെ ജാടയും അഹങ്കാരവും അതും മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കോളേജിലെ രാജാവായി വിലസുന്ന കാലം ഒരു ദിവസം ഞാൻ കുടിച്ച് പൂക്കുറ്റിയായി ഹോസ്റ്റൽ മുറിയിലേക്ക് വന്നു. എന്നെ രക്ഷിക്കണം, രക്ഷിക്കണേ പ്ലീസ് സാർ. എന്നെ ഇവിടെ ഇറക്കി വിടരുത്. ഞാനൊരു സെയിൽസ് ഗേളാ. ജോലി കഴിഞ്ഞപ്പോ ഇന്ന് ഇത്തിരി വൈകി. ചേറ്റൂർ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോ 4-5 തെമ്മാടികൾ എന്റെ പുറകെ കൂടി. ഞാൻ ഓടി, അവരും ഓടി. ഈ ഹോസ്റ്റലിന്റെ ഗേറ്റ് തുറന്നു നടക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി കയറിയതാ. നീ പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇത് ലോക്കൽ ഹോസ്റ്റൽ ബ്രോദർ ഹൗസ്. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ പിടിച്ച് ഉടക്കേറ്റത്? ഒന്നും പറയണ്ട, നിന്റെയൊക്കെ തോന്നിയാത്ത ഞാൻ അവസാനിപ്പിക്കും. സർ പ്ലീസ്, അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സർ. എന്റെ ജീവിതം തുലക്കരുത്. നീയൊക്കെ തുലയുന്നതാ നല്ലത്.
ഞാൻ ഇവിടുത്തെ വാർഡനാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. സർ പ്ലീസ് പ്ലീസ് സർ പ്ലീസ്. ഹരി, ആ, ആ, എടാ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്ത്? ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ എന്താ സംഭവം നടന്നത്? അത് കോളേജ് മുഴുവൻ പാട്ടായി. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയത്? ഇതെങ്ങനെ എല്ലാവരും അറിഞ്ഞു? ഞാനിനി എങ്ങനെ സാറന്മാരുടെ മുഖത്ത് നോക്കും? അത് തെണ്ടിത്തരം കാണിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ചേട്ടന്മാരെ, ക്യാൻറ്റീനിലും മെയിൻ ഗേറ്റിലും ഒക്കെ ചേട്ടനെ കുറിച്ചുള്ള 4 കഥ ഡിസ്കസ് ചെയ്യുന്നു. നേരാണ്? അർദ്ധരാത്രി മെൻസ് ഹോസ്റ്റലിന് മുകളിൽ സൂര്യൻ ഉദിച്ചാൽ പല പകൽമാന്യന്മാരുടെയും തനിനിറം വെളിയിൽ വരും. കൺഗ്രാറ്റുലേഷൻ. സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി അവളെ വശീകരിച്ച് വശത്താക്കാൻ ധാരാളം സമയം വേണം. നീ ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു. ഇത്രയും മിടുക്കനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യ അഭിമാനിക്കാണ് വേണ്ടത്. എടാ, ആണുങ്ങള് ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുവും. അതെല്ലാ സ്ത്രീകൾക്കും അറിയാം. ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ചെറിയ ചെറിയ പക്ഷികളെ പോലെയാണ് സ്ത്രീകൾ എന്ന് എസ് ഐ രാമേന്ദ്രൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞെന്ന് കരുതി നീ ഒരു സ്ത്രീലമ്പടനാണെന്ന് നിന്റെ ഭാര്യ ധരിക്കാനൊന്നും പോകുന്നില്ല. അത് പോട്ടെ, വിവാഹത്തിന് ശേഷം ഇപ്പോഴും പരസ്ത്രീകളുമായിട്ട് നീ ബന്ധപ്പെടാറുണ്ടോ? ഇല്ല. അയ്യേ, ഛേ. എടാ, വിവാഹത്തിന് മുമ്പുള്ളതെല്ലാം സ്ത്രീകൾ ഈസി ആയിട്ട് മറക്കും. നീ ധൈര്യമായിരിക്കും ഹരി. പുരുഷ പ്രശ്നം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മുഖവരെയാണോ? അല്ല, യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്തിയ സാഹചര്യം മാത്രം. പാവം പെൺകുട്ടി, കളർവാദം പിടിച്ച അച്ഛൻ, പറക്കമുറ്റാത്ത സഹോദരങ്ങൾ. ഞാൻ ചെയ്തത് ചതിയായിപ്പോയി, ഭയങ്കര ചതിയായിപ്പോയി. അവൾ ഗർഭിണിയായി. അന്നത്തെ എന്റെ ചുറ്റുപാടിൽ ഞാൻ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിച്ചില്ല. ഒന്നു മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യണം? എങ്ങോട്ട് പോണം? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമ്പോഴല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ഞാൻ ചത്തുപോകും. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. നീ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് കോളേജിലും ഹോസ്റ്റലിലും വരാൻ തുടങ്ങിയാൽ എന്റെ സ്ഥിതി എന്താവും? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നു. അങ്ങനല്ല തങ്കമണി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. തൽക്കാലം ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നിനക്കൊരു ഉറപ്പിന് വേണ്ടി ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം. നാളെ കാലത്ത് 10 മണിക്ക് നീ തെങ്ങണ രജിസ്റ്റർ ഓഫീസിൽ വാ. ബാക്കി നാളെ പറയാം. നീ ചെല്ല്. ദ്രോഹി, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഫ്യൂസായ ബൾബ് പോലെ വലിച്ചെറിഞ്ഞിട്ട് നാടുവിട്ട നീ മനുഷ്യനാണോടാ? അളിഞ്ഞു നാറിയ പൂർവ്വകഥകളെല്ലാം മറച്ചു വെച്ച് സുന്ദരിയായ മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ മാന്യനായി നീ അഭിനയിക്കണല്ലേ? പുരുഷു, ഞാൻ നേരത്തെ ദുർബലനാ. എന്റെ മുറിവിൽ നീ മുളക് പുരട്ടരുത്. വെറുതെ അല്ലടാ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നീ ഇപ്പോഴത്തെ നിന്റെ ഭാര്യ ഉപേക്ഷിക്കുക, മറ്റവളെ സ്വീകരിക്കുക. അവളിൽ ഒരു കുട്ടിയുണ്ടല്ലോ. പുരുഷു, എന്റെ 2ാം കല്യാണത്തിന് അച്ചാറുളന്മാരല്ല നിന്നെ ഞാൻ വിളിച്ചത്. എന്നെ രക്ഷിക്കാൻ, എന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം പറഞ്ഞു തരാനുള്ളതിന്. സോറി, അല്പനേരത്തേക്ക് ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ചു പോയി. വിഷമിക്കാതെ, പരിഹരിക്കാം. വഴികൾ പലതും തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നുകിൽ ഇതോടെ നിന്റെ ദാമ്പത്യം പൂർവാധികം ശക്തിയോടെ പുഷ്പിക്കും, അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്കെന്തും നേരിടാൻ തയ്യാറായിരിക്കാം. ഇന്ന് കോടതിയിൽ ഒരു തമാശ ഉണ്ടായി. എനിക്ക് കേൾക്കണ്ട. ഞാനിതാ ഒരു തമാശ പറയാൻ പോകുന്ന മുഖവുര പറയുന്നവർ ഇന്നേ വരെ ഒരു തമാശയും പറഞ്ഞിട്ടില്ല. ചുമ്മാ ചിരിച്ചു തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. വേണ്ട, പറയാൻ എനിക്ക് മനസ്സില്ല. താങ്ക് യു വെരി മച്ച്. ഇതേവരെ എത്തിയിട്ടില്ല. ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വട്ടനത് എവിടെ പോയി കിടക്കുന്നാവോ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ കാര്യം. ആരുടെ പേരിലാ റൂം? ഇയാളുടെ പേരില്ല, പുരുഷോത്തമൻ. അല്ലല്ല,
എന്റെ പേര് കുമാർ എന്നാ, പ്രേംകുമാർ. പ്രേംകുമാർ, നീ എന്താ പേര് മാറ്റിയോ? മാറ്റാനോ? ജനിച്ച അന്ന് മുതൽ എന്റെ പേര് പ്രേംകുമാർ എന്നാ. നീ എന്താ പുരുഷ ഈ പറയുന്നത്? നീ ഇനി ഒന്നും മിണ്ടണ്ട. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പ്രേംകുമാറാ പ്രേംകുമാർ. ആ താക്കോലിങ്ങടുത്ത്, അതൊക്കെ പിന്നെ എഴുതാം. 102. സന്ദർഭത്തിന് തുയരാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ പേര് പുരുഷമാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണോ? പോലീസുകാർ നിന്നെ പോലെ മൂളയില്ലാത്തവരല്ല. എടാ, ഒരു രഹസ്യ ദൗത്യത്തിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം രഹസ്യമായിരിക്കണ്ടേ? പുരുഷമാണത്രേ, പുരുഷു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കാത്തത്. നീ കണ്ടുവച്ച പരിപാടി എന്താ? അത് നിന്നോട് എന്തിനു പറയണം? പത്രത്തിൽ പരസ്യം ചെയ്തിട്ടാണോ കുറ്റവാളികളെ പഠിക്കാൻ പോണത്? അല്ല, ഇത് എന്റെ കാര്യമാണല്ലോ. നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളെ, ആ ഇന്ദു എന്ന 1-ാം പ്രതിയെ ദൂരെ എന്നൊന്ന് കാണിച്ചു തരിക. അതോടെ നിന്റെ ജോലി തീർന്നു. അവളെ കണ്ടിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നാൻ പോകുന്നു. എന്താ? നീ എന്തിനാ പുരുഷ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ ഒറിജിനൽ പേര് ഞാൻ കൗണ്ടറിൽ പറഞ്ഞു പോയതുകൊണ്ടാണോ? കൗണ്ടറിൽ മാത്രമല്ലല്ലോ, ഇപ്പോഴും നീ എന്നെ പുരുഷു പുരുഷു എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുഖത്ത് നോക്കി പ്രേംകുമാർ എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. തീരെ മാച്ച് ചെയ്യാത്ത പേര്. നീ ഒന്ന് പോയേ. നീ നിന്റെ പ്ലാൻ ഒന്ന് പറ. എടാ, ഇത് വലിയ ശല്യമായല്ലോ. സംഗതി ഞാൻ ചുരുക്കി പറയാം. അതായത്, ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അതിന് ഇവിടെ ആരെയും പാമ്പ് കടിച്ചിട്ടില്ലല്ലോ. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. പോട്ടെ, മണ്ടന്മാർ കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത്, ഞാൻ ഇന്ദുവിനെ നേരിട്ട് കാണാൻ പോവുക. യഥാർത്ഥ ഞാനായിട്ടല്ല, നിന്റെ പഴയ കഥയിലെ തങ്കമണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട്. ഞാൻ അവളോട് പറയും, കുട്ടി, മറ്റേതോ തെണ്ടിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ആ കുഞ്ഞ് കൊച്ചുനാൾ മുതൽ എന്നെയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിലും ഞാനാണ് അതിന്റെ അച്ഛൻ. ഇന്ദു വക്കീലേ, ഇത് 3 ആത്മാക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെയും തങ്കമണിയുടെയും കുഞ്ഞിന്റെയും. ആ പഴയ രഹസ്യം പുറത്തുവിട്ടാൽ അത് തകരും. എന്റെ മകൻ പുതിയൊരു കഴുതയെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്, പ്ലീസ്. എങ്ങനെയുണ്ടായി? നീ ഇത് പറയുന്നതിനിടയിൽ തെണ്ടി കഴുത എന്നൊക്കെ ഉപയോഗിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ? ഐഡിയ എങ്ങനെയുണ്ടെന്ന് പറ. അത് നീ അഭിനയിച്ച് വലിപ്പിക്കും പോലെ ഇരിക്കും. അഭിനയം? എടാ, പോലീസ് മേളയുടെ അന്ന് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. SI രാമേന്ദ്രൻ പോലും എന്റെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, ഞാൻ കലക്കും. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? ഇങ്ങനെയൊന്നും ചെയ്യരുത് ഹരിയേട്ടാ. തീ തിന്നതിന് കണക്കില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ ഹരിയേട്ടൻ എവിടെ പോയിരുന്നു? അത് ചില കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആരോടും പറയാതെ വേണം പോകാൻ. എന്ത് കാര്യം? രവി ഇന്ദു അവിടെ രാത്രി വരെ ഹരിയേട്ടനെ കാത്തു നിന്നു. ഞാൻ കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് വിളിച്ച് അകത്ത് കയറിയത്. പൂട്ട് വിളിച്ചോ? നന്നാക്കും ചെയ്തു. എന്നാലും പൂട്ട് വിളിക്കുന്നതൊക്കെ നിയമവിരുദ്ധല്ലേ? അത് പോട്ടെ, അവിടെ വെച്ച് ഇന്ദു നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ടാ? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ? അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജി. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്. മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജി. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഇപ്പോഴവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഗോപാലനാരെ, എന്താ വിളിച്ചേ? ഗോപാലനാരെ, ആ വാതുക്കൽ നിൽക്കുന്നയാൾ കുറെ നേരം എവിടെ നിന്ന് കണ്ണിറുക്കി കാണിക്കുന്നു. എന്താണെന്ന് ചോദിച്ചേ?
എന്താടോ എന്ത് വേണം? അല്ല, അഡ്വക്കേറ്റ് പങ്കജാക്ഷൻ പിള്ള ഇപ്പൊ വരൂ. താനെന്തിനാടോ അവരെ നോക്കി കണ്ണിറക്കി കാണിച്ചത്? അടിച്ച കണ്ണ് ഞാൻ പൊട്ടിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട് മാഡം, ഞാൻ ശിവശങ്കരൻ അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരം അയാളോ ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത്. കുറച്ചുമ്പേ വരാന്തയിൽ നിന്ന് കോഴിച്ചാണിച്ചാൽ എന്നാടോ പോലീസിന് വിളിക്കണം. ഗോവൽ നേരെ അല്ല മാഡം, അല്പോ പേഴ്സണലായിട്ട്. പുരുഷോത്തമ സാറേ, നമ്മൾ ആനപ്പാറ പൂട്ടുപൊളിക്കത്തിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ 2 പ്രാവശ്യം സാറിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ പോയിരുന്നു. അതെ, എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. പോ. മുമ്പ് ഒരിക്കലും നീ അവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ലെന്നേ. ഇനി കല്യാണത്തിന് മുമ്പും ഫോൺ ചെയ്ത് ഇവൻ തന്നെ ആയിരിക്കും? സാധ്യതയുണ്ട്. ഞാൻ പിന്നീട് ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ് അവൻ ഓടിയത്. ഫോൺ അവന്റെ ഒരു ദൗർബല്യമായിരിക്കും അല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇനി നീ അവനെ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്. എന്തിന്? ബാക്കി നമുക്ക് നോക്കാം. ഇരിക്കും. ഹലോ, അഡ്വക്കേറ്റ് ഇന്ദു അല്ലേ? എന്നെ മനസ്സിലായോ? അല്ലേ, കോടതി വരാന്തയിൽ വെച്ച് ഇന്ന് വിളിക്കാൻ ശ്രമിച്ച സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നുണ്ടോ? അത് ഞാനാണ്. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദുവിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. കോടതി വളപ്പിൽ വെച്ചാവാമെന്ന് വിചാരിച്ചാൽ അവിടെയുള്ള കശ്മലന്മാരുടെ ശല്യം അറിയാമല്ലോ. മാത്രമല്ല, നേരിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും കിട്ടുന്ന സുഖം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും സ്വകാര്യ നിമിഷങ്ങളാണ് മാഡം എനിക്ക് സമ്മാനിക്കേണ്ടത്. ഹൃദയം തുറന്ന് എല്ലാ രഹസ്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏകാന്തതയുടെ അപാര തീരങ്ങളാണല്ലോ കടപ്പുറങ്ങൾ. നമുക്ക് ബീച്ച് വെച്ച് മീറ്റ് ചെയ്താലോ? കാണുന്നില്ലല്ലോ. വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. അല്ല പക്ഷേ, ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഞാൻ ഇന്ദുവിനെ ഡീൽ ചെയ്യുന്ന സ്റ്റൈൽ നീ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം, എന്നെ അഭിനന്ദിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. സംഭവം സക്സസ് ആവോ? ഇതാണ് മനസ്സുകളുടെ ഐക്യമെന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തെത്തി. ഹൃദയത്തിന്റെ നെരിപ്പോട്ടിൽ കിടന്ന് പിടയുന്ന രഹസ്യങ്ങളുടെ കലവറയുമായാണ് കുട്ടി നടക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കുട്ടി എനിക്കൊരു സത്യം ചെയ്തതാണ്. സി, കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ സാഹചര്യം കുട്ടിയുടെ സൗന്ദര്യമോ ഇതിന്റെ പോക്കറ്റിൽ നിറച്ച് മണൽ എങ്ങനെ വന്നു? മണലോ? അതാ. ആ, അത് കടപ്പുറത്തുനിന്ന് മണൽ വരാൻ ഒരു ലോണിന് വേണ്ടി ഒരാൾ ബാങ്കിൽ വന്നിരുന്നു. അയാള് ലോണിന് വന്നത് മണലും കൊണ്ടാണോ?
സാമ്പിൾ നോക്കാൻ. സാമ്പിളോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നിന്നോട് ഭക്ഷണം എടുത്തോക്കാൻ പറഞ്ഞിട്ട് നേരത്രേ. ചുമ്മാ ദേഷ്യപ്പെടുന്നതിനാ? എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. ഹരിയേട്ടന് സുഖമില്ലേ? വന്നത് മുതൽ ഒരേ കിടപ്പാണല്ലോ. എനിക്ക് നടുവേദനയാണ്. ആകപ്പാടെ ഇന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു. പഞ്ചാബിലേക്കുള്ള ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണോ? അതെ, പഞ്ചാബിൽ നിന്ന് പിന്നെയും വടക്കോട്ടേക്ക് പോകേണ്ടി വരുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ഒരു മനസ്സമാധാനവുമില്ല. എന്താ ഹരിയേട്ടാ? കൊതുക് കൊതുക്. കൊതുകോ? എവിടെ? ഇവിടെ ആകെ കൊതുകാണ്. ഭക്ഷണം ഞാൻ പിന്നെ കഴിക്കാം. എനിക്ക് നമ്മുടെ രവിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കഴിച്ചിട്ട് പോയാ പോരെ? പോരാ, എനിക്ക് ആരോടെങ്കിലും ഒരു കാര്യം പറയാൻ തോന്നിയാൽ അപ്പൊ തന്നെ പറയണം. അതാണ് എന്റെ പണ്ടേയുള്ള സ്വഭാവം. ഇവിടെ നിൽക്കണ്ട, ഇതാണ് ആ ധൂമകേതുവിന്റെ വീട്. ബാല്യകാല സുഹൃത്ത് മാങ്ങാ തൊലി. എന്താ നീ വിചാരിച്ചത്? ഞാൻ കടലിൽ മുങ്ങിച്ചത്ത് തുലഞ്ഞു പോട്ടെന്നോ? ഞാൻ അനുഭവിച്ച വീർക്കൂട്ടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. നിനക്കറിയാമോ, എനിക്ക് നീന്തൽ അറിയില്ല. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയോണ്ട് മാത്രമാ ഞാനിപ്പോ ജീവനോടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീന്താൻ അറിയാത്ത നീന്തലാ കൂടി കടൽപ്പാലത്ത് കയറിയത്. മരണ വെപ്രാളത്തിൽ ഓടുമ്പോ കടൽ പാലമാണോ റെയിൽ പാലമാണോ എന്ന് നോക്കാൻ പറ്റില്ല. പുരുഷു, ഇങ്ങനെയാണ് നീ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഞാനൊരു തീക്കുണ്ടത്തിന്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് നീ മറന്നു പോകുന്നു. ഹരി, ലഡ്ഡു ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്. ലഡ്ഡു കഴിക്കാൻ പറ്റും, പക്ഷെ ഭൂമി കഴിക്കാൻ പറ്റില്ല. അത് വളരെ ശരിയാ. ആ എസ് ഐ രാമേന്ദ്രന്റെ പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നീ വിഷമിക്കാതിരിക്കും. ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പഴുതുകളില്ലാത്ത പരിപാടികളുമായി മുന്നേറാൻ പോവുകയാണ്. പശ്ചാത്തലങ്ങൾ മാറും. പുതിയ ചില കഥാപാത്രങ്ങൾ വന്നെന്നിരിക്കും. പുരുഷോത്തമൻ സാറേ, തങ്കപ്പൻ റെഡി. എന്താണോ ഇത്രയും വൈകിയത്? വൈകിയോ? രാവിലെ കത്തിട്ടി ഉച്ചക്ക് പുറപ്പെട്ടു. രാവിലെ കത്ത് കിട്ടിയ രാവിലെ തന്നെ പുറപ്പെടണം. ഇവിടെ വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ കാര്യങ്ങളുടെ കിടപ്പ്. അല്ല സാറേ, കത്തിൽ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അന്തൂണി ഉണ്ടക്കണ്ണം പപ്പനെ ഏർപ്പാടാക്കിയാണ് ഞാൻ വരുന്നത്. നമ്മൾ പോലീസുകാരും കള്ളന്മാരും ഒരിക്കലും തമ്മിൽ തല്ലേണ്ടവരല്ല, സഹകരിച്ചു പോകേണ്ടവരാ. അല്ല സാറേ? പിന്നെ ഈ കേസിൽ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. അല്ലാതെ ഒരു പെണ്ണിനെ വയറ്റിലാക്കി കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് കടന്നു പറഞ്ഞ ഒരു ചെറ്റയെ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത. അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? തടയണ്ട, അവ മുഴുവൻ പറഞ്ഞോട്ടെ പുരുഷു. സോറി, ഞാൻ ആളറിയാതെ. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അല്ലടാ ദ്രോഹി. ഹരി, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് സഹായിക്കാനല്ലടാ, തുലക്കാൻ വന്നതാ നീ എന്നെ. എനിക്കൊരു പട്ടിയുടെ സഹായം വേണം. എന്താണ് അവിടെ ബഹളം? അയ്യോ, ഒരു നാടകത്തിന്റെ റിഹേഴ്സലാണ് സാർ. പേര് കിണ്ണം കട്ടക്കള്ളൻ. മറ്റു മുറികളിലൊന്നും ആർക്കും സ്വൈരം വേണ്ടേ? തീർച്ചയായും വേണം സാർ. സോറി. അതീ ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ സാർ. എന്റെ ഭഗവാനെ, കുന്നിക്കോട്ടുണ്ടായിരുന്ന എസ് ഐ പി ജാനണി സാറാ. എന്നെ തിരിച്ചറിയാഞ്ഞത് ഭാഗ്യം. എന്നെ അതെ ഹരീഷ്ണ, ഒരു കയ്യബദ്ധം പറ്റി. പക്ഷേ തങ്കപ്പൻ നിന്റെ കഥ ആരോടും പറയില്ല, പേടിക്കണ്ട. കള്ളനാണേലും അവൻ സത്യസന്ധന. ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത് എന്തിനാണെന്ന് പറ. പറയാം തങ്കപ്പ. 7 മുതൽ 7:30 വരെയാണ് ലോഡ് ഷെഡിങ്. ആ സമയത്ത് കോളനിയിൽ എവിടെയും വെളിച്ചം ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയണം. നീയും നിന്റെ ആൾക്കാരും കൂടി ഒരു വാഹനത്തിൽ അവിടെ എത്തുന്നു, ഓടി വീടിനകത്ത് കയറുന്നു, അവളെ പൊക്കുന്നു, കടത്തുന്നു. ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് കൊണ്ടുപോയി അവളെ കൊല ചെയ്യുന്നു. നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റിയും ചൂരൽ വടി കൊണ്ട് അവളെ മതി, ബാക്കി പറയണ്ട. സാറ് തന്നെ എന്നെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അറിയാം. കോളനിയിലുള്ള ആരുടെയെങ്കിലും പൂർവ്വകാല കഥ അറിയാമെങ്കിൽ അതൊരിക്കലും മറ്റാരോടും പറയില്ല എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ മർദ്ദനമുറ തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റു സാർ, നല്ല പുതുമയുള്ള ഐറ്റം. പുരുഷു, അപകടം പിടിച്ച പണിയാണ് ഇതൊക്കെ. നീണ്ടായിരിക്കെ. പക്ഷെ തങ്കപ്പ, വേറൊരു പ്രശ്നമുണ്ട്. അവളുടെ ഭർത്താവ് ചില്ലറക്കാരനല്ല. ആ സമയത്ത് അവൻ വീട്ടിലില്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അവൻ എന്താ ജോലി? ഏതോ ഫാക്ടറിയില്ല. ഓക്കെ, ഈ സംഭവം കഴിയുന്നത് വരെ അവൻ ഫാക്ടറിയുടെ പുറം കാണില്ല. അത് തങ്കപ്പനേറ്റു.
അയ്യോ, എന്തു പറ്റി? കണ്ടില്ലേ, ഏതോ മഹാഭാവികൾ ചെയ്ത പണിയാ. പഞ്ചറായ ഞാതെ. കുഴപ്പമില്ല സാറ് ജാക്കരുത്, ഞാൻ സ്റ്റെപ്പിനിട്ട് തരാം. അല്ല, നിങ്ങളാരാ? ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ. സാറാരാ? ഞാനിപ്പോ തൽക്കാലം ബുദ്ധിമുട്ടിയ ഒരാളാ. സാറല്ല, ഇക്കോർ വരൂ. എത്ര നേരമായോ ഇത്? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പക്ഷെ അബദ്ധം പറ്റി. സ്റ്റെപ്പിനിട്ട് തല തിരിഞ്ഞായി. അങ്ങോട്ട് മാറോ തലതിരിഞ്ഞവനെ. വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. സാറ് കുറച്ച് റിലാക്സ് ചെയ്യും. ചെയ്തോളത്തോളം മതി, ഇനി ബാക്കി ഞാൻ ചെയ്തോളാം. മാറ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സാറ് പണി നന്നായിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതിക്രമം ചെയ്യിക്കല്ലേ. നാരെ കണിയണ്ടിയ. ലോഡ് ഷെഡിങ് കഴിഞ്ഞ് കരണ്ടും വരാറായി. അവന്മാരെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? നീ പേടിക്കാതെ, നാളത്തെ എസ് ഐ നിന്റെ കൂടെ ഇരിക്കുന്നത്. ആ, വരുന്നുണ്ട്. അയ്യോ അയ്യോ, അത് വിജയാണല്ലോ. ഓട്ടോ വിട. ഈ വലിയ വക്കീലാണ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ വിജിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേഗം വിടണം. വണ്ടി വേഗം വിട്. ആക്സിലേറ്റർ കൊടുക്കണോ? വണ്ടി നിർത്ത്. അവിടെ വിജി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. ഞാനങ്ങനെ മുമ്പിൽ ചെല്ലും. തന്റെ തങ്കപ്പൻ വിടണോ? അവനെ രവിയെ പിടിച്ചെടുത്താൻ പോയിരിക്കാം. യവന്മാരെയാണ് എനിക്കറിയില്ല. നമ്മൾ ശത്രുക്കളാണെന്ന് വിചാരിക്കൂ. എന്നാ അതിന് മേലും കീഴും നോക്കാനില്ല.
ഇനി ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. ഇതെന്താണ് ഇപ്പൊ കഥ? നിന്റെ അടുത്ത് ആരെ തട്ടിക്കൊണ്ടുവരുന്ന പറഞ്ഞത്? ഭാര്യ. ആരുടെ ഭാര്യ? അയ്യോ, ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. ഈ കോളനിയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. മോഷണത്തിന്റെയും പിടിച്ചുപറിയുടെയും പുറകിലുള്ള മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാം. ഇത് അതൊന്നും അല്ലല്ലോ. ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് പോവുക, കെട്ടിയിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. വാനിൽ നിന്നും നിലവിളി കേട്ടപ്പോ അത് മിസ്സിസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് 7 മൈൽ ദൂരത്ത് നിന്നായാലും വിജിയുടെ നിലവിളി എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നീ വലിയ വക്കീലാണല്ലേടി എന്ന് ചോദിച്ചോണ്ടല്ലേ വിജിമാളവന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങിയത്? അത് വക്കീലന്മാരോട് വിരോധമുള്ള ഏതെങ്കിലും ജഡ്ജി അയച്ചതായിരിക്കും അവരെ. വിജി ഒരു വക്കീലാണെന്ന് അവർ വിചാരിച്ചു കാണും. അതൊന്നുമല്ല, ഹിന്ദു ആയിരുന്നു അവരുടെ ഉന്നം. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ചേച്ചേ, അതൊന്നും വേണ്ട. പോലീസുകാർ വന്നാൽ വേണ്ടാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇനി കോളനിയിൽ ആരെ തട്ടിക്കൊണ്ടുപോയാലും രക്ഷിക്കാൻ ഞാനുണ്ടല്ലോ. ഹരി തിരുവനന്തപുരത്ത് പോവാണ്, നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കറക്റ്റ് സമയത്ത് അങ്ങ് തിരിച്ചെത്തി. അത് മുത്തശ്ശി ഒരു നിമിത്തം പോലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ഒരു ഉൾവിളി, ആകപ്പാടെ ഒരു ശകുനപ്പിഴ, ഉടനെ മടങ്ങി. അത് ദൈവം തോന്നിച്ചതാ മോനെ, സംശയമില്ല. വേൻ മാത്രല്ല, ആ സമയത്ത് പുറകെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിനകത്തും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അതേതെങ്കിലും പാവം യാത്രക്കാരായിരിക്കും. ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ വരുമോ? ഹരി, അങ്ങനെ വരുമോ? അതല്ല, ഇത് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. വേണ്ട രവി, ക്ഷമ എപ്പോഴും ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്നാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാ എന്താണെന്നൊന്നും അറിയണ്ട. അതൊക്കെ നമുക്ക് രാവിലെ തീരുമാനിക്കാം. വിജി ആകെ ക്ഷീണിച്ചിരിക്കായിരിക്കും. തൽക്കാലം നമുക്ക് പിരിയാം. ആ കുട്ടി അല്പം വിശ്രമിക്കും. അതെ, അതാണ് അതിന്റെ ശരി. എടാ രവി, എന്തോ? സത്യം എന്താണെന്ന് നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു. എന്ത് സത്യം? ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഇപ്പൊ ഇവിടെ നടക്കാൻ കാരണം എന്താണെന്ന് അവള് പറയട്ടെ. മുത്തശ്ശി എന്തായി പറയുന്നത്? ഹിന്ദുവിനോട് ചോദിച്ചിട്ട് എന്തറിയാനാ? ഒരു കാര്യമില്ലാതെ കുറെ പേര് വന്ന് ഒരിക്കൽ തട്ടിക്കൊണ്ട് പോവോ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. നീ ഒന്നും മിണ്ടണ്ട. കല്യാണത്തിന് മുമ്പ് തന്നെ നിന്നെ പറ്റി പലതും കേട്ടിട്ടും ഇവനതൊന്നും ചെവിക്കൊണ്ടില്ല. കോന്തൻ, പെങ്കോന്തൻ. മുത്തശ്ശി ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഓടവിടുന്ന്. സാരമാക്കണ്ട, പ്രായമായത്. മാനുഷിക ബന്ധങ്ങളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? വളരെ മോശം അഭിപ്രായമാണ്. ക്ഷീണം കൊണ്ട് തല പൊക്കാൻ വയ്യ, അപ്പോഴാ മാനുഷിക ബന്ധങ്ങൾ. ഉറങ്ങാൻ നോക്ക് ഹരിയേട്ടാ. വിജി, ഇത് പറയാതെ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. എന്ത് വട്ടായാലും നമുക്ക് നാളെ പറയാം, പ്ലീസ്. നിന്നെ പോലൊരു സ്ത്രീയുടെ മഹത്വത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. നീ അതറിയണം. ഏത് സ്ത്രീ? ഗോണിക്കൊപ്പയിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യ. ആ ഫ്രണ്ട് അവരെ കല്യാണം കഴിച്ച് 7 വർഷം കഴിഞ്ഞപ്പോ അപ്പോഴാണ് ആ സ്ത്രീ അറിയുന്നത് എന്റെ ഫ്രണ്ടിന് അവിഹിത ബന്ധത്തിൽ നേരത്തെ ഒരു കുഞ്ഞുണ്ടെന്ന്. എന്റെ ഫ്രണ്ട് വിചാരിച്ചു അതോടെ അവനെ ഉപേക്ഷിച്ച് പോയിക്കളയുമെന്ന്. പക്ഷെ നിനക്കറിയോ അവരെന്താണ് പറഞ്ഞതെന്ന്? അതെല്ലാം കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ എന്റെ കാണപ്പെട്ട ദൈവമാണ്, ദൈവത്തെ ശിക്ഷിക്കാൻ മനുഷ്യന് അവകാശമില്ല എന്ന്. എന്ത് നല്ല സ്ത്രീ അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ സ്ത്രീക്ക് ഇതുപോലെ വല്ല കുഴപ്പവും കാണും. ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ ആ നിമിഷം ആത്മഹത്യ ചെയ്തേനെ. അങ്ങനെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ പിന്നെ എങ്ങനെ ജീവിക്കാനൊക്കെ ഹരിയേട്ടാ? അതെ, അത് കറക്റ്റാണ്. എന്നാ പിന്നെ വിജു കിടന്നുറങ്ങിക്കോ. എനിക്കും നല്ല ക്ഷീണമുണ്ട്.